Hi friends, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക ചിക്കൻ ആണ്. സ്വാദിഷ്ടമായ കൂർക്ക ചിക്കൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂർക്ക ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 350 ഗ്രാം കൂർക്ക നമ്മൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ മതി. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കനോള ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് മസാല ഇട്ട് വെച്ചതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നാരങ്ങാനീരും ചേർത്ത് മിക്സാക്കി 1 മണിക്കൂറോളം നമ്മൾ മസാല ഇട്ട് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 70% വെന്താൽ മതി. അപ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും അതിൻ്റെ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ കൂർക്കയും ചിക്കനും കൂടെ ഒന്ന് മിക്സായി വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിന നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ പാകത്തിനാണുള്ളത്. അഥവാ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഉപ്പ് കൂടി കറക്റ്റാക്കിയതിന് ശേഷം 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി കൂർക്ക ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനോട് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.